Allergy ഇല്ലാത്തവർക്കും തണുപ്പ് കാലത്ത് സ്കിൻ പ്രോബ്ലംസ് വരാറുണ്ട്. Hello everyone, നമസ്കാരം to all of you. It's me Dr. Shruti Jyotis. Welcome back to our channel. തണുപ്പ് കാലം വരാൻ പോവാണ് അല്ലേ? തണുപ്പ് കാലത്തിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും നല്ല നല്ല ഓർമ്മകളാണ്. മൂടിപ്പൊച്ച് കിടന്നുറങ്ങുക രാവിലെ, അതുപോലെ നല്ല ചൂട് കാപ്പിയും കപ്പ് പുഴുങ്ങിയതൊക്കെ കഴിക്കുക, പിന്നെ മഞ്ഞൊക്കെ നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കുക. എന്തൊരു രസമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് കാലം ആവുന്നതേ പ്രശ്നങ്ങളാണ്. ചുമ, ആസ്മ, അലർജി തുടങ്ങി പല പല ബുദ്ധിമുട്ടുകളാണ് പലർക്കും ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ളവർക്ക് തണുപ്പ് കാലം എന്ന് കേൾക്കുന്നതേ പേടി സ്വപ്നമായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള തണുപ്പ് കാലങ്ങളിൽ കണ്ടുവരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ, വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതിനെ എങ്ങനെ ഫലപ്രദമായി നേരിടാം എന്നുള്ള കുറച്ച് ടിപ്സുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തണുപ്പ് കാലത്ത് വരുന്ന പ്രശ്നങ്ങൾ ആളുകളുടെ പ്രായമനുസരിച്ച് നമുക്ക് തരംതിരിച്ച് പറഞ്ഞു നോക്കാം. ആദ്യം നമ്മൾ കുട്ടികൾക്ക് തണുപ്പ് കാലത്ത് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം കൗമാരക്കാർക്കും മുതിർന്നവർക്കും വരുന്നതിനെ പറ്റി പറയും. പിന്നീട് പ്രായം കൂടിയവർക്ക് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും. ആദ്യം തന്നെ കുട്ടികളിൽ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പറയുമ്പോൾ മെയിനായിട്ടും അല്ലെങ്കിൽ കോമൺ ആയിട്ടും കുട്ടികൾ കാണുന്നത് മൂക്കൊലിപ്പ്, കഫക്കെട്ട്, ജലദോഷപ്പനി, ചുമ, തുമ്മൽ. ചില കുട്ടികൾക്ക് ഒരാഴ്ചക്കുള്ളിലൊക്കെ തന്നെ മാറിക്കോളും. പക്ഷെ മറ്റു ചില കുട്ടികൾക്ക് ത്രൂ ഔട്ട് വിൻ്റർ സീസൺ വിട്ടുമാറാതെ ഇങ്ങനെ നിൽക്കും. വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ അത് അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് പിന്നീട് മറ്റ് ചില കോംപ്ലിക്കേഷനിലേക്കോ അസുഖത്തിലേക്കൊക്കെ നയിക്കും. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഇൻഫെക്ഷൻ വരും. പിന്നീട് അത് ശ്വാസകോശത്തിൻ്റെ അടുത്തേക്ക് ആ ഇൻഫെക്ഷൻ പടരും. എന്നിട്ട് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനും ന്യൂമോണിയയും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിട്ടുമാറാതെ അസുഖം നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് പീഡിയാട്രീഷ്യനെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ചില കുട്ടികൾക്ക് ഓൾറെഡി ആസ്മ, അലർജി ഒക്കെ ഉണ്ടാവും. ഈ മക്കൾക്ക് വിൻ്റർ സീസൺ ആകുമ്പോൾ ഇത് അഗ്രവേറ്റ് ചെയ്യും, അതായത് കൂടും. ആസ്മയുള്ള കുട്ടികളിൽ ശ്വാസം മുട്ട്, വലിവ്, അങ്ങനെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണപ്പെടും. അലർജി ആണെങ്കിൽ അവർക്ക് സ്കിന്നിൽ പ്രോബ്ലംസ് വന്നു തുടങ്ങും. സ്കിന്നിൽ ഇപ്പോൾ റാഷസ് വരിക, ചൊറിച്ചിൽ, തൊലി ഭയങ്കര ഡ്രൈ ആവുക. അത് എല്ലാ പ്രായക്കാർക്കും കാണാറുണ്ട്. പക്ഷെ കൂടുതലും കണ്ടുവരുന്നത് കുട്ടികളിലാണ്. മുതിർന്നവർക്കും കൗമാരക്കാർക്കും ഒക്കെ സ്കിൻ പ്രോബ്ലംസ് ആണ്. അതിനിപ്പോൾ അലർജി ഉണ്ടാവണം നിർബന്ധമില്ല. അലർജി ഇല്ലാത്തവർക്കും തണുപ്പ് കാലത്ത് സ്കിൻ പ്രോബ്ലംസ് വരാറുണ്ട്. നല്ല ഡ്രൈ ആയി പോകും നമ്മുടെ സ്കിൻ. കാരണം തണുത്ത അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഈ മോയ്സ്ചർ ഒക്കെ അന്തരീക്ഷം അങ്ങ് വലിച്ചെടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് സ്കിൻ ഡ്രൈ ആയി പോകും. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ വരും. അപ്പോൾ അത് നമ്മുടെ ചുണ്ടുകളുടെയൊക്കെ അവസ്ഥ വളരെ കഷ്ടമായിരിക്കും അല്ലേ? നല്ല ഡ്രൈ ആയി. എൻ്റെയൊക്കെ ചുണ്ട് വളരെ മോശം അവസ്ഥയാണ് തണുത്ത ടൈമിൽ. അതിലെന്തെങ്കിലും ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ പൊട്ടി വിണ്ട് കീറി ഇങ്ങനെ ബ്ലഡൊക്കെ വരും. കൗമാരക്കാർക്കും മുതിർന്നവർക്കും മാത്രമല്ല, എല്ലാ പ്രായക്കാർക്കും ഇതും കാണാറുണ്ട്. എങ്കിലും കോമൺ ആയിട്ട് പറഞ്ഞെന്ന് മാത്രം. അതുപോലെ തന്നെ ചിലരുടെ കയ്യിലും കാലിലും ഒക്കെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരും. പ്രത്യേകിച്ച് സോഫ്റ്റ് സ്കിൻ ഉള്ളവർക്ക് കാലിലിങ്ങനെ വിണ്ട് കീറാൻ സ്റ്റാർട്ട് ചെയ്യും. വിണ്ട് കീറൽ ചില ആളുകൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടാവും. പക്ഷെ തണുത്ത സമയത്ത് നല്ലപോലെ ഈ വിണ്ട് കീറലൊക്കെ കൂടും. അതുകൊണ്ട് വളരെയധികം നമ്മൾ സ്കിൻ കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് ഈ തണുപ്പ് കാലം അല്ലെങ്കിൽ വിൻ്റർ സീസൺ. അടുത്തത് പ്രായം കൂടിയവർക്ക് കണ്ടുവരാവുന്ന കോമൺ പ്രശ്നങ്ങളാണ്. ആസ്മ ഉള്ള ആളുകൾക്കും അലർജി ഉള്ള ആളുകൾക്കും നേരത്തെ പറഞ്ഞ പോലെ അത് അഗ്രവേറ്റ് ആവും. പ്രായമുള്ള ആളുകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു അസുഖമാണ് COPD. നമ്മുടെ സൊസൈറ്റിയിൽ മെയിൽസിനാണ് കണ്ടുവരുന്നത്. പുകവലിക്കുന്ന ആളുകൾക്കാണ് COPD കൂടുതലായിട്ട് വരിക. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയും. ഈ അസുഖമുള്ളവർക്കും തണുപ്പുള്ള കാലത്ത് അസുഖം കൂടും. ശ്വാസം മുട്ടലും വലിവും ഒക്കെ ആവും, ആസ്മ പോലെ തന്നെ. അതുപോലെ പ്രായമുള്ളവരുടെ കേസിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത തണുപ്പ് കാലത്ത് കൂടുതലാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രായമുള്ളവർക്ക് വാദസംബന്ധമായ അസുഖങ്ങൾ, സന്ധിവാദം കാരണം നമ്മുടെ ജോയിൻസിലൊക്കെ പെയിൻ വരും. പിന്നെ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർക്ക് ശരീരത്തിലെ പല ഭാഗങ്ങളിലും വേദനകൾ വരും. ഇപ്പോൾ ബാക്ക് പെയിൻ വരും, ചിലർക്ക് ഇവിടെ കഴുത്തിനൊക്കെ വേദന വരും, മസിൽ പെയിൻ വരും. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തവർക്ക് ഈ പ്രശ്നങ്ങൾ വരാം. ഓൾറെഡി ഇങ്ങനെയുള്ളവർക്ക് അത് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് എല്ലാ അസുഖങ്ങളും നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന തണുപ്പ് കാലത്തുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. ഇനി എങ്ങനെ ഇതിനെയൊക്കെ നമുക്ക് ഫലപ്രദമായി നേരിടാം എന്നുകൂടി പറയാം. കൗമാരക്കാർക്ക് എങ്ങനെ കെയർ ചെയ്യാം, സ്കിൻ കെയർ അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. തണുപ്പ് കാലത്ത് നല്ല ചൂട് വെള്ളത്തിൽ കുളിക്കുന്നത് ഒരു സുഖമാണ് അല്ലേ? പക്ഷെ ചിലരൊക്കെ തിളച്ച വെള്ളമാണ് കുളിക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് സുഖമൊക്കെ ആയിരിക്കും താൽക്കാലികമായിട്ട്. പക്ഷേ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂടുള്ള വെള്ളം നമ്മുടെ സ്കിന്നിലുള്ള
ബാക്കിയുള്ള കുറച്ച് മോയ്സ്ചറും കൂടി വലിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പോൾ സ്കിന്ന് വീണ്ടും ഡ്രൈ ആവും. അതുകൊണ്ട് ബെറ്റർ ചെറു ചൂട് വെള്ളത്തിൽ കുളിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കുളിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ വെള്ളം ചെറുതായി ഒപ്പിക്കളഞ്ഞിട്ട് ആ ഈർപ്പം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു മോയ്സ്ചറൈസിങ് ലോഷനോ ക്രീമോ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ തിക്കാണ്, സ്റ്റിക്കി ആയിരിക്കും. ഒലീവ് ഓയിലൊക്കെ ആയിരിക്കും ബെറ്റർ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഉറപ്പായിട്ടും ഒരു ലോഷൻ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കുളിച്ചതിന് ശേഷം തല നല്ലപോലെ തോർത്തി വെള്ളം അവിടെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. കാരണം വെള്ളം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലദോഷം വരാനും പനി പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മുതിർന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഒരു മോയ്സ്ചറൈസർ വളരെ ലോ ബഡ്ജറ്റിലുള്ളതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നിവിയേൻ്റെ ക്രീമാണ് കേട്ടോ. ഇത് സ്പോൺസർഡ് വീഡിയോ ഒന്നും അല്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ബെറ്റർ ആണ് തോന്നിയോണ്ട് മാത്രം നിങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേറെ നല്ല മോയ്സ്ചറൈസർ ഒരുപാട് ക്വാളിറ്റിയുള്ള കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. ഞാൻ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരെണ്ണത്തിൻ്റെ പേര് പറഞ്ഞതാണ് നിവിയ. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയതും എന്നാൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതായ മറ്റൊരു കാര്യം വെള്ളം നല്ലപോലെ കുടിക്കുക എന്നുള്ളതാണ്. ശരീരം നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കണം. അന്തരീക്ഷത്തിലെ ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് നമ്മളെ സ്കിന്നിൽ എന്നുള്ളതുപോലെ തന്നെ ശരീരത്തിലെയും ജലാംശം ഒരുപാട് നഷ്ടപ്പെട്ടു പോകും. ഓരോ ശ്വാസത്തിലും ജലാംശം നഷ്ടപ്പെടും. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരും. മൂത്രക്കല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഡീഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ട് മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ തടയാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആൻഡ് വെരി സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞ കാര്യം കൗമാരക്കാർക്ക് മാത്രമല്ല, മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും ഒക്കെ ആപ്ലിക്കബിൾ ആയ കാര്യമാണ്. അതുപോലെ യാത്രകൾ ചെയ്യുകയാണ്. ഇപ്പം രാവിലെ ഒരു മോർണിംഗ് വാക്കിന് പോകുമ്പോഴോ അതുപോലെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ നല്ലപോലെ നമ്മുടെ ചെവിയും മൂക്കും തലയും ഒക്കെ കവർ ചെയ്ത് വെക്കണം. മഫ്ലർ യൂസ് ചെയ്യാം. ഇപ്പോൾ പുറത്ത് കൊറോണ ആയതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ മാസ്ക് ഇല്ലാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് മൂക്ക് ഓൾറെഡി കവർ ആയിക്കോളും. ചെവി പലരും കവർ ചെയ്യാൻ മറന്നു. ഒരു കോട്ടൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വെച്ചെടുക്കാം. അതല്ലെങ്കിൽ ക്യാപ്പ് എന്തെങ്കിലും ഇട്ട് വെച്ച് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കവർ ചെയ്ത് വെക്കാം. കുഞ്ഞുങ്ങളെ പുറത്ത് കൊണ്ടുവന്ന സമയത്ത് ഗ്ലൗസും സോക്സും കൂടെ ക്യാപ്പും വെക്കാൻ മറക്കരുത്. മോയ്സ്ചറൈസിങ് ക്രീമോ മോയ്സ്ചറൈസിങ് ലോഷനോ യൂസ് ചെയ്യാം. തണുപ്പ് കാലത്ത് കുളിപ്പിക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിരാവിലെ തന്നെ കുളിപ്പിക്കരുത്. അതിരാവിലെ തണുപ്പ് കുറച്ച് കൂടുതലായിരിക്കും. ആ സമയത്ത് കുളിപ്പിച്ച കുഞ്ഞുങ്ങൾ വല്ലാതെ തണുപ്പ് തട്ടും. അതുകൊണ്ട് ഒരു ഇളം വെയിലൊക്കെ കാണുന്ന സമയത്ത് വേണം കുളിപ്പിക്കാൻ. അതും ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ വേണം കുളിപ്പിക്കാൻ. കുറേ നേരം വെള്ളത്തിലിട്ട് കളിക്കരുത്. പെട്ടെന്ന് തന്നെ കുളിപ്പിച്ച് വെള്ളമൊക്കെ നല്ലപോലെ ഒപ്പി എടുത്ത് പിന്നീട് നല്ല വാമായിട്ടുള്ള ക്ലോത്ത്സ് അവർ ഇടിച്ചു കൊടുക്കുക. ക്യാപ്പും ഗ്ലൗസും സോക്സും ഒക്കെ തന്നെ ഇടിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ആസ്മ അലർജി ഒക്കെ ഉള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ വിട്ടുമാറാതെ അസുഖങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പീഡിയാട്രീഷ്യൻ്റെ സഹായം നിങ്ങൾ തേടണം. പ്രായമുള്ളവർ രാത്രി കിടക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. സന്ധിവാതം പോലുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ, അതുപോലെ ബാക്ക് പെയിന്, മസിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ചൂട് പിടിച്ചു കൊടുക്കാം. അങ്ങനെ കുറച്ചൊക്കെ വേദന തടയാൻ പറ്റും, മാറ്റാനും പറ്റും. മുതിർന്നവർക്ക് ചൂട് പിടിക്കാൻ ഹോട്ട് വാട്ടർ ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യാം. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാ വീടുകളിലും ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്ത് വേണ്ട മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും ഹോട്ട് വാട്ടർ ബാഗ്. പ്രായം കൂടിയവർ അവർക്ക് വേണ്ട മരുന്നുകളൊക്കെ ബെഡിൻ്റെ അടുത്തോ അവർക്ക് കയ്യെത്തുന്ന ദൂരത്ത് തന്നെ വെക്കുക. എമർജൻസി ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ. പ്രായമുള്ളവരോടും അലർജി ഉള്ളവരോടൊക്കെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, പരമാവധി നിങ്ങൾ തണുപ്പിൽ നിന്ന് രക്ഷ നേടുക. കൂടാതെ തണുത്ത പ്രദേശങ്ങളിലേക്ക് ഇതുപോലെ യാത്രകൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. വെറുതെ അസുഖം നമ്മൾ വിളിച്ചു വരുത്തണ്ടല്ലോ. ഈ പറഞ്ഞ പോലെയൊക്കെ ചെറിയ ചെറിയ കരുതലുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ് വിൻ്റർ സീസൺ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തിനെ പറ്റിയെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഗിവ് മി എ തംസ് അപ്പ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി ജ്യോതി സൈനിങ് ഓഫ് ആൻഡ് ഗുഡ് ബൈ.